വെൽക്കം ബാക്ക് ടു രൂപാസ് ആർട്ട് ഡയറി. കുറേ നാളായില്ലേ കണ്ടിട്ട്. ഇന്ന് ഞാനൊരു ആനിവേഴ്സറി വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ഇറ്റ്സ് എ വ്ളോഗ്. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഞങ്ങളൊരു നേപ്പാൾ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട്. കഴിഞ്ഞ വർഷം ഫെബ്രുവരി 28-നാണ് ഞങ്ങൾ പോയത്. കൊച്ചിയിൽ നിന്ന് ഹൈദരാബാദ്, ദെൻ ഹൈദരാബാദ് ടു ഗോരഖ്പൂർ. പിന്നെ ഞങ്ങൾ എറണാകുളത്തുള്ള ട്രാവൽ വിഷൻ ഹോളിഡേയ്സിൻ്റെ കൂടെ ഗ്രൂപ്പ് ടൂറിലാണ് പോയത്. ഗോരഖ്പൂർ എയർപോർട്ട് എന്ന് പറയുന്നത് ഒരു നേവൽ ബേസ് എയർപോർട്ടാണ്. അതായത് ഫോട്ടോഗ്രാഫി അങ്ങനെ ഒന്നും അലൗഡ് അല്ല. ഗോരഖ്പൂർ സിറ്റി പറയുമ്പോൾ വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള, തീരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടൊന്നുള്ള സിറ്റി അല്ല, വളരെ ഇങ്ങനെ അണ്ടർ സിവിലൈസ്ഡ് സിറ്റി പോലെ എനിക്ക് തോന്നിയത്. ഇപ്പം നമ്മളുടെ കേരള എന്ന് പറയുമ്പോൾ ഹൈലി ഡെവലപ്ഡ് ഒരു പ്ലേസാണ്. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ അവിടെ തീരെ ഡെവലപ്മെൻറ്റും ഇല്ല. അപ്പം അങ്ങനെ വരുമ്പോഴുള്ള ഡിഫറൻസ് ആയിരിക്കാം ചിലപ്പോൾ. പക്ഷേ തീരെ അണ്ടർ ഡെവലപ്മെൻ്റ് ആണ് എല്ലാം. ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചില്ല, എയിംസ് ആയാലും നമുക്കങ്ങനെ ഒരു ഫീലൊന്നും വരില്ല. പക്ഷേ ടിപ്പിക്കൽ നോർത്ത് ഇന്ത്യൻ പ്ലേസ് പോലെ സ്റ്റോൾ ബൈ സ്റ്റോൾ നമുക്ക് സ്ട്രീറ്റ് ഫുഡ്സ് കുറേ ഉണ്ട്. ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ വാസ് ഗോരഖ്നാഥ് ടെമ്പിൾ. ഗോരഖ്നാഥ് ടെമ്പിൾ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അവർ സംരക്ഷിക്കുന്ന ഒരു ടെമ്പിളാണ്. നമുക്കങ്ങനെ അവിടെ ഒരു സേക്രഡ് ആയിട്ടുള്ളൊരു പ്ലേസ് ആയിട്ടൊന്നും ഫീൽ ചെയ്യില്ലെങ്കിലും നല്ല ഒരു അടിപൊളിയാണ് സംഭവം. കുറേ ഏരിയ ഉണ്ട് ഒന്നാമത്തെ കാര്യം ആ ടെമ്പിളിൽ. അങ്ങനെ ചെറിയ ചെറിയ കുറേ അമ്പലങ്ങളുണ്ട് അതിൻ്റെ ഉള്ളിൽ. ഞങ്ങൾ ഗോരഖ്പൂരിൽ ബൈ റോഡാണ് നേപ്പാളിലേക്ക് പോയത്. അപ്പോൾ ഓൺ ദ വേ ഉള്ള വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. അതായത് മൗണ്ടെയിൻ ഇൻ ബിറ്റ്വീൻ റിവർ, പിന്നെ നമ്മൾ റോഡിൽ. അടിപൊളി എന്ന് പറഞ്ഞാൽ നല്ല ഫീലാണ് ആ ഡ്രൈവ്. ഞങ്ങളൊരു രാത്രി 9 o'clock ആയപ്പോഴേക്കും നേപ്പാൾ ഇന്ത്യ ബോർഡറിലെത്തി. സുനോലി എന്ന് പറഞ്ഞ പ്ലേസിലാണ് നേപ്പാൾ ഇന്ത്യ ചെക്ക് പോസ്റ്റ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾക്ക് അവിടെയായിരുന്നു നൈറ്റ് സ്റ്റേ. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ സിമ്മ് നേപ്പാളിൽ വർക്കാവില്ല. അപ്പോൾ നമുക്ക് സിമ്മ് എടുക്കണമെങ്കിലും ഇവിടെ ചെക്ക് പോസ്റ്റിൽ നിന്നാണ് എടുക്കുക. ഡേ 2 എന്ന് പറയുന്നത് ഞങ്ങൾക്ക് മെയിനായിട്ടുള്ള ഡെസ്റ്റിനേഷൻ ലുംപിനി വേൾഡ് പീസ് ആൻഡ് ഹാർമണി സെൻറ്റർ ആയിരുന്നു. അപ്പോൾ നമ്മൾ പഠിച്ചിരിക്കുന്ന ബോധ് ഗയ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേസാണ് ഇത്. ഇവിടെ ഫസ്റ്റ് മായാദേവി ടെമ്പിളാണ് നമ്മൾ വിസിറ്റ് ചെയ്തത്. മായാദേവി ടെമ്പിളിൻ്റെ ഇൻസൈഡാണിത്. ഇവിടെയാണ് ബുദ്ധൻ്റെ പ്രോപ്പർ ബർത്ത് പ്ലേസ്. അത് സേക്രഡ് ആയിട്ടാണ്, നമ്മളിപ്പോൾ നമ്മുടെ ടെമ്പിൾസ് പോലെ അവരുടെ ഒരു സേക്രഡ് പ്ലേസ് ആണിത്. അപ്പോൾ വേൾഡ്സ് ലാർജസ്റ്റ് ബുദ്ധിസ്റ്റ് ടെമ്പിളാണ് ഈ ലുംപിനി പീസ് സെൻറ്റർ എന്ന് പറയുന്നത്. നമ്മൾ കേട്ടിട്ടില്ലേ ബുദ്ധന് എൻലൈറ്റ്മെൻറ്റ് കിട്ടിയെന്ന് പറയുന്നത് ബോധിവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരുന്നിട്ടാണെന്ന്. ഇതാണ് ബോധിവൃക്ഷം. അപ്പോൾ അതിൻ്റെ അവിടെ വേൾഡിൽ നിന്ന് പല ഭാഗത്തു നിന്നുള്ള പിൽഗ്രിംസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ കാണുന്നത് തായ്ലൻഡിൽ നിന്ന് വന്നിട്ടുള്ള ഒരു പിൽഗ്രിം ഗ്രൂപ്പാണ്. ഈ കാണുന്നതാണ് അശോക പില്ലർ. നമ്മൾ ഈ ഹിസ്റ്ററി ബുക്കിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അവരവിടെ ഇരുന്ന് അവരുടെ സ്പെഷ്യൽ പ്രയേഴ്സ് ചെയ്യാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിസ്റ്റ് കസ്റ്റം ഫോളോ ചെയ്യുന്ന എല്ലാ കൺട്രീസിൻ്റെയും മൊനാസ്ട്രീസ് ഓർ മൊനുമെൻറ്റ്സ് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഒരു ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് വേൾഡ് വൈഡ് ബുദ്ധിസ്റ്റ് മോങ്സിൻ്റെ ഒരു കോമൺ പ്ലേസ് ആണ്. അപ്പോൾ ഒരു വൺ ഫോർ ഓൾ എന്നുള്ളൊരു രീതിയിൽ എല്ലാ രാജ്യങ്ങളുടെയും ബുദ്ധിസ്റ്റ് കസ്റ്റംസ് ഓർ ബുദ്ധിസ്റ്റ് ടെമ്പിൾസ് അവിടെ നമുക്ക് കാണാൻ പറ്റും. ഞങ്ങളൊരു 4-5 എണ്ണം കാണാൻ പറ്റിയിട്ടുള്ളൂ ഞങ്ങൾക്ക്. കുറേ എണ്ണം അണ്ടർ കൺസ്ട്രക്ഷൻ ആണ്, പിന്നെ മെജോറിറ്റി ഓൾറെഡി ബിൽഡപ്പ് ആണ്. ലഞ്ചിന് ശേഷം ഞങ്ങളുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള പൊക്രയിലേക്ക് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഏകദേശം 170 kilometers ഉണ്ട് സുനോലി ടു പൊക്ര. അപ്പോൾ ബൈ റോഡായിരുന്നു. പൊക്ര എന്ന് പറയുമ്പോൾ അടിപൊളി ഒരു ഹൈഫൈ സിറ്റിയാണ്. അതായത് ഈ ഡാൻസ് ബാർ, റിസോർട്ട്, അങ്ങനെ ആ ഒരു ടൈപ്പ് ലൈഫാണ് അവിടെ വരുന്നത്. കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ലൈഫ് സ്റ്റൈലാണ്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു എന്താ പറയുക, ആ ഒരു ഹൈഫൈനെസ് നമുക്ക് കാണാൻ തന്നെ പറ്റും. ഞങ്ങൾക്ക് കുട്ടി റിസോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള റിസോർട്ടിലായിരുന്നു സ്റ്റേ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. തേർഡ് ഡേ എന്ന് പറയുന്നത് വളരെയധികം സ്ഥലങ്ങൾ കാണാനുള്ള ദിവസമായിരുന്നു. ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് സാരംകോട്ടിലാണ്. സാരംകോട്ട് എന്ന് പറയുന്നത് അറൗണ്ട് 1600 meters ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ ഇരിക്കുന്ന ഒരു സ്ഥലമാണ്. നമ്മൾ സൺറൈസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് പോകുന്ന സ്ഥലമാണ്. അപ്പോൾ അത് എന്താ പറയുക, അത് അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൺറൈസ് നടന്നിട്ട് അതിൻ്റെ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്ത്, അതായത് സ്നോയിലെ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഫിനോമിനയാണെന്നൊക്കെയാണ് പറഞ്ഞത്.
അടിപൊളിയൊരു വ്യൂ ആയിരുന്നു കേട്ടോ അതിൻ്റെ മുകളിൽ നിന്ന്. നമ്മളിങ്ങനെ കുറേ സ്റ്റെപ്സൊക്കെ കയറി പോകണം ആ വ്യൂ പോയിന്റിലേക്ക് എത്താൻ. അപ്പോൾ ഈസ്റ്റിൽ സൺറൈസ് കഴിഞ്ഞിട്ട് അപ്പോൾ ആ ലൈറ്റ് ഇങ്ങനെ നല്ല അവർ പറഞ്ഞ പോലെ തന്നെ സ്നോയിൽ തട്ടി നല്ല ഒരു സ്പ്രെഡായി അടിപൊളിയൊരു വ്യൂ ആയിരുന്നു. നമ്മളിങ്ങനെ എന്താ പറയുക വേറെ എവിടെയും കാണാൻ പറ്റാത്ത വ്യൂ അവിടെ തന്നെ കാണണം എന്നുള്ളൊരു ഇതാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ ഇത് താഴെ ടൗൺ പൊക്ര ടൗൺ എന്ന് പറയുന്നതൊക്കെ കാണാം നമുക്ക് അവിടെ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് തിരിച്ച് റൂമിലെത്തിയിട്ട് റൂമിൽ നിന്ന് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. അപ്പം ഇതാണ് ഞങ്ങളുടെ റൂമിൽ നിന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ബാൽക്കണിയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്നോ മൗണ്ടൻസ് കാണാം. പക്ഷെ ഇപ്പോൾ ഇത് കാണുന്നില്ല. നെക്സ്റ്റ് ലൊക്കേഷൻ വാസ് അന്നപൂർണ ടെമ്പിൾ. അന്നപൂർണ ടെമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹിമാലയൻ റേഞ്ചസ് ഒക്കെ കാണാൻ പറ്റും. അത് മാത്രമല്ല അവിടുത്തെ നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ ചന്ദനം തരുന്ന പോലെ അവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റിയാണ് വെർമിലിയോൺ മാർക്കിംഗ്. അതാണ് നമ്മുടെ മുഖത്ത് കാണുന്നത്. സാധാ കുങ്കുമല്ല, അതിൻ്റെ കൂടെ കുറച്ച് അരിമണിയൊക്കെ ഇട്ടിട്ടാണ് അവർ തരുന്നത്. അതിനുശേഷം ഞങ്ങൾ പോയത് സേത്യ റിവർ കാണാനാണ്. സേത്യ റിവറിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമുക്കത് കാണുമ്പോൾ വളരെ നാരോ ആയിട്ടൊരു നമ്മുടെ ഇവിടുത്തെ തൂടൊക്കെ പോലെ പോകുന്ന പോലത്തെ ഒരു റിവറാണ്. പക്ഷേ ആ റിവർ അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സർഫസിൽ നിന്ന് ഏകദേശം 20 feet ഡീപ്പാണെന്നാണ് പറയുന്നത്. നേപ്പാൾ ഫ്ലഡ്സ് ഒക്കെ വന്ന സമയത്ത് നമ്മൾ നിന്ന ആ ഒരു പോർഷൻ വരെ വാട്ടർ റൈസ് ചെയ്തു എന്നാണ് അവർ പറയുന്നത്. ആഫ്റ്റർ ദാറ്റ് ഞങ്ങളൊരു ലോങ് ബ്രിഡ്ജ്, നമ്മുടെ ഇവിടുത്തെ എന്താ പറയുക നൂൽപ്പാലം എന്നൊക്കെ പറയുന്ന പോലെ അവർ അതിനൊരു ഡെയിലി പർപ്പസിനായിട്ടുള്ളൊരു പാത്താണ് അവരുടെ. അറൗണ്ട് 1 kilometer ആണ് ഈ ഒരു ബ്രിഡ്ജിൻ്റെ ഡിസ്റ്റൻസ് വരുന്നത്. അന്നപൂർണ റിവറിന് എക്രൂസ് ആയിട്ടാണ് ഈ ബ്രിഡ്ജ് അവർ കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത്, കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് മെറ്റൽ. ആൻഡ് ഇത് ആക്ച്വലി ഒരു ഹൈലാൻഡിലേക്കാണ് ഇത് കണക്റ്റ് ആവുന്നത്. സോ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു പാർട്ട് ഓഫ് പൊക്ര ടൗൺ നമുക്ക് കാണാൻ പറ്റും, കംപ്ലീറ്റ്ലി വിസിബിൾ ആണ്. അതിനുശേഷം ഞങ്ങൾ പോയത് ഗൂർഖ മ്യൂസിയം കാണാനാണ്. ലൈക്ക് ഗൂർഖാസ് നേപ്പാളീസ് എന്ന് പറയുന്നത് ആക്ച്വലി വർക്ക്ഡ് ഫോർ ബ്രിട്ടീഷ്, അതായത് ബ്രിട്ടീഷ് കോളനി ആയിരുന്നു നേപ്പാൾ എന്ന് പറയുന്നത്. സോ ബ്രിട്ടീഷേഴ്സിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്ത നേപ്പാളി സോൾജേഴ്സിനെ പറയുന്ന പേരാണ് ഗൂർഖാസ്. ആൻഡ് ഈ ഗൂർഖ മ്യൂസിയത്തിൽ അവർ യൂസ് ചെയ്ത വെപ്പൺസ് ആൻഡ് ദെയർ യൂണിഫോംസ് ആൻഡ് എ ബിറ്റ് ഓഫ് ഹിസ്റ്ററി അതൊക്കെയാണ് അവിടെ എക്സിബിറ്റ് ചെയ്തേക്കുന്നത്. പൊക്ര സിറ്റി എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ലേക്ക് സൈഡ് സിറ്റിയാണ്. ഫെവ ലേക്കിൻ്റെ തീരത്താണ് ഈ പൊക്ര സിറ്റി ഇരിക്കുന്നത്. സോ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ബോട്ടിംഗ് ആയിരുന്നു ഫെവ ലേക്കിലൂടെ. ആൻഡ് ഒരു ഐലൻഡ് ടെമ്പിൾ ഉണ്ട് ഈ ഫെവ ലേക്കിൽ, അവിടെയാണ് ഞങ്ങൾ അടുത്തതായിട്ട് പോയത്. അവിടുന്ന് ഞങ്ങൾ പോയത് ഇറ്റ്സ് വൺ ഓഫ് മൈ ഫേവറേറ്റ് പ്ലേസ് ഇൻ ദിസ് ഹോൾ ട്രിപ്പ്, ഡെവി വാട്ടർഫാൾസ് ആൻഡ് ഗുപ്തേശ്വർ ടെമ്പിൾ. ഡെവി വാട്ടർഫാൾസ് എന്ന് പറയുന്നത് ആക്ച്വലി നമുക്കിപ്പോൾ നമ്മൾ ടോപ്പിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ വാട്ടർഫാൾസ് കാണാൻ പറ്റില്ല. അത് എങ്ങോട്ടാണ് വാട്ടർ ഫാൾ ചെയ്യുന്നതെന്ന് കാണാൻ പറ്റും, പക്ഷെ അത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് കാണാൻ പറ്റില്ല. ജസ്റ്റ് ഒരു മിസ്റ്ററി ആയിട്ട് ഇപ്പോഴും നിൽക്കുന്ന ഒരു പ്ലേസാണ്, ഒരു വാട്ടർഫാളാണ് ഈ ഡെവി വാട്ടർഫാൾസ് എന്ന് പറയുന്നത്. ആൻഡ് നമുക്ക് എത്ര തന്നെ നോക്കിയാലും അത് കാണാൻ പറ്റില്ല, ഒരു സ്മോൾ പോർഷനാണ് കാണാൻ പറ്റുള്ളൂ. ദെൻ ആ വാട്ടർ ഫൈനലി അത് എവിടേക്കാണ് പോകുന്നത്, ഐ മീൻ അതിൻ്റെ അടിയിലുള്ളൊരു നമ്മുടെ അതിരപ്പുള്ളൊന്നും പോലെ വിസിബിൾ അല്ല ഈ വാട്ടർഫാൾസിൻ്റെ പാത്ത് എന്ന് പറയുന്നത്. ദെൻ ആഫ്റ്റർ ദാറ്റ് ഞങ്ങൾ അവിടെ നിന്ന് പോയത് ഗുപ്തേശ്വർ ടെമ്പിൾ. അതെന്ന് പറയുന്നത് ഈ ഡെവി വാട്ടർഫാൾസിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ജസ്റ്റ് 1/2 kilometer ഡിസ്റ്റൻസിലിരിക്കുന്ന ഒരു ടെമ്പിളാണ്. ഇറ്റ് ഈസ് എ കേവ് ടെമ്പിൾ ആക്ച്വലി. ഈ ടെമ്പിളിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത് നോർമൽ ടെമ്പിൾ പോലെയാണ്, പക്ഷേ അതിനുശേഷം നമ്മളൊരു 2.5 kilometer നമ്മൾ ഒരു കേവിലൂടെ ട്രാവൽ ചെയ്ത് വിൽ റീച്ച് എ വാട്ടർഫാൾ. ആൻഡ് ദിസ് കേവ് എന്ന് പറയുന്നത് നാച്ചുറലി ഒക്വേർഡ് കേവ് ആണ്. ആൻഡ് ലൈം സ്റ്റോൺ വെച്ചിട്ടാണ് അത് ഫോം ചെയ്തേക്കുന്നത്. ചെറിയ ചെറിയ മെയിൻ്റനൻസ് വർക്ക്സ് ഒക്കെ അതിൽ നടത്തിയിട്ടുണ്ട് ടു മെയിൻറ്റെയിൻ ദാറ്റ് കേവ്. ആൻഡ് ഈ കേവ് ചെന്ന് അവസാനിക്കുന്നത് ഒരു വാട്ടർഫാൾസിലാണ്. ഈ വാട്ടർഫാൾസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ വാട്ടർഫാൾസ് എങ്ങനെ ഫോം ചെയ്തേ എന്നുള്ളതും
അതേപോലെ ഈ വാട്ടർ ഫാൾ ചെയ്ത് റീച്ച് ചെയ്യുന്ന ആ ഒരു റീജിയൻ എന്ന് പറയുന്നത് ഇറ്റ്സ് മോർ ലൈക്ക് എ പോണ്ട് ദാൻ എ റിവർ. അതായത് അവിടുന്ന് വാട്ടർ ഫെർദർ എവിടേക്കും മൂവ്മെൻറ്റ് ഇല്ല. ആൻഡ് ഫൺ ഫാക്ട് ഈസ് അവിടെ ഈ ഒരു ഇത്രയും വെള്ളം അവിടെ വാട്ടർഫാളിൽ നിന്ന് എത്തുന്നുണ്ടെങ്കിലും ദർ ഇസ് നോ ഓവർഫ്ലോയിങ് ഓഫ് വാട്ടർ ആൻഡ് ദിസ് ഇസ് സ്റ്റിൽ എ മിസ്റ്ററി അൺസോൾവ്ഡ്. ഗുപ്തേശ്വർ ടെമ്പിൾ ആയിരുന്നു ഞങ്ങളുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ അറ്റ് പൊക്ര. അതിനുശേഷം ഞങ്ങൾ റൂമിലേക്ക് തിരിച്ചുപോയി. ഒരു 7:30 ആയപ്പോൾ ഞങ്ങളൊരു നൈറ്റ് വാക്കിന് ഇറങ്ങി. ഈ പൊക്ര എന്ന് പറയുന്നത് മെയിൻലി ഒരു ടൂറിസം പ്ലേസ് ആണ്. അതായത് ടൂറിസം ഡിപ്പെൻഡൻ്റ് ആണ് അവരുടെ മെയിൻ എക്കോണമി എന്ന് പറയുന്നത്. സോ അതർ ടൂറിസ്റ്റ് ഡിപ്പെൻഡൻറ്റ് പ്ലേസസ് പോലെ തന്നെ നൈറ്റ് ലൈഫ് വാസ് മോർ ആക്റ്റീവ് ദാൻ ഡേ ലൈഫ് എന്ന് പറയുന്നത് മോർ ഓർ ലൈക്ക് ഡൾ ലൈഫായിരുന്നു. The night at Pokhara was so amazing that the city was completely filled with lights. It was so nice to see such a place. ഡിന്നർ ടൈമിൽ ഹോട്ടലിൽ തന്നെ ഒരു കൾച്ചർ പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ നേപ്പാളി ഫോക്ക് സോങ്സ്, ഫോക്ക് ഡാൻസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇറ്റ് വാസ് ഓൾസോ നൈസ്. നെക്സ്റ്റ് ഡേ എന്ന് പറയുന്നത് പൊക്ര ടു കാത്മണ്ഡു ട്രാവലായിരുന്നു. അറൗണ്ട് 210 kilometers ബൈ റോഡ്. ഇൻ ബിറ്റ്വീൻ ദാറ്റ് ട്രിപ്പ് ഞങ്ങളൊരു പോയിന്റ് വിസിറ്റ് ചെയ്തായിരുന്നു, മനക്കാംന ടെമ്പിൾ. മനക്കാംന ടെമ്പിളിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അറൗണ്ട് 1000 feet എബവ് ദ സീ ലെവലാണ് ഈ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത്, ഈ ടെമ്പിൾ സിറ്റുവേറ്റ് ചെയ്തേക്കുന്നത്. ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ദ ടെമ്പിൾ എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു നേപ്പാളീസ് ട്രഡീഷൻ, നമ്മൾ എന്തെങ്കിലും ആഗ്രഹിച്ചിട്ട് ഈ അമ്പലത്തിൽ മൃഗത്തിനെ ബലി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആൻഡ് ആ ഒരു ആഗ്രഹിച്ച സംഭവം നടക്കുമെന്നാണ് അവരുടെ വിശ്വാസം. കേബിൾ കാർസ് വഴിയാണ് നമുക്ക് വാലിയിൽ നിന്ന് മൗണ്ടെയിൻ ടോപ്പിലേക്കുള്ള ഓൺലി മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. അറൗണ്ട് 15 minutes എടുക്കും വൺ സൈഡ് ട്രാവൽ കേബിൾ കാറിലൂടെ. ആൻഡ് ആ ഒരു ട്രാവലിൽ ത്രൂ ഔട്ട് ദ ട്രാവൽ ആ വ്യൂ എന്ന് പറയുന്നത് സൂപ്പർ വ്യൂ ആയിരുന്നു. അതായത് അൺഎക്സ്പ്ലെയിനബിൾ എന്നൊക്കെ പറയില്ലേ, ആ ടൈപ്പ് വ്യൂ ആയിരുന്നു. അന്നത്തെ ലഞ്ച് അറേഞ്ച് ചെയ്തിരുന്നത് നമുക്ക് ഈ മൗണ്ടെയിൻ ടോപ്പിലായിരുന്നു. ഇറ്റ് വാസ് എ ടിപ്പിക്കൽ നേപ്പാളി താലി. താലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ടേസ്റ്റ് ഒന്നല്ല അവരുടെ ടേസ്റ്റ് വരുന്നത്. ഇറ്റ് വാസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഫ്രം ദ നോർമൽ നോർത്ത് ഇന്ത്യൻ ഓർ സൗത്ത് ഇന്ത്യൻ താലി. അന്ന് രാത്രി ഏകദേശം 9-9:30 ആയപ്പോഴാണ് ഞങ്ങൾ കാത്മണ്ഡുവിലെത്തിയത്. കാത്മണ്ഡുവിൽ ഹോട്ടൽ വൈശാലിയിലാണ് ഞങ്ങൾക്ക് സ്റ്റേ അറേഞ്ച് ചെയ്തിരുന്നത്. ഡേ 5 നമുക്ക് കാത്മണ്ഡു സിറ്റി ടൂറാണ് ഷെഡ്യൂൾ ചെയ്തിരുന്നത്. ആൻഡ് ഫസ്റ്റ് എമംഗ് ദാറ്റ് വാസ് പശുപതിനാഥ് ടെമ്പിൾ. പശുപതിനാഥ് ടെമ്പിൾ എന്ന് പറയുന്നത് വൺ ഓഫ് ദ വേൾഡ് ഹെറിറ്റേജ് ടെമ്പിൾ ആണ്, which was declared by UNESCO. Our temple, inside the temple നമുക്ക് മൊബൈൽ ആൻഡ് ഫോട്ടോഗ്രാഫി അലൗഡഡ് അല്ല. ഇൻസൈഡ് ദ ടെമ്പിൾ അവിടെ 108 ശിവലിംഗങ്ങളുണ്ട്. ആ ശിവലിംഗങ്ങളിലെ നമ്മൾ വലം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മോക്ഷം കിട്ടും എന്നാണ് അവരുടെ വിശ്വാസം. ആ ടെമ്പിളിന് ചുറ്റും കുറേ ആർക്കിടെക്ചറൽ മോണുമെൻറ്റ്സ് ഉണ്ട്. അതുമാത്രമല്ല ദർ ആർ ലോട്ട്സ് ഓഫ് ബേർഡ്സ് ദർ. അതുപോലെ ഈ ടെമ്പിൾ ഇരിക്കുന്നത് ഭാഗ്മതി റിവറിൻ്റെ തീരത്താണ്. അപ്പോൾ നമ്മൾ ഈ ഗംഗാ തീരത്തൊക്കെ കണ്ടുവരുന്ന ഡെഡ് ബോഡി ക്രിമേഷൻ ഇല്ലേ, അതായത് സ്പെഷ്യൽ റിച്വൽസൊക്കെ ചെയ്തിട്ടുള്ള അതേ മോഡൽ റിച്വൽസ് ഇവിടെ നമ്മൾ കാണാൻ പറ്റും. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ കാസ്റ്റ് പീപ്പിൾസിൻ്റെ മാത്രം ഡെഡ് ബോഡീസ് മാത്രമാണ് ഇവിടെ ഈ ഒരു സ്പെഷ്യൽ റിച്വൽസൊക്കെ നടത്തി ദഹിപ്പിക്കുള്ളൂ എന്നാണ് അവർ പറയുന്നത്. ഞങ്ങൾ നെക്സ്റ്റ് പോയത് ബൗദ്ധനാഥ് ടെമ്പിൾ ഓർ സ്വയംഭൂനാഥ് ടെമ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റിലാണ്. And it was known as the world's most glorious Buddhist chaityas. ഈ ഒരു ടെമ്പിളിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഈ ഒരു ടെമ്പിൾസിലെ ഡ്രോയിങ്സ് ഒക്കെ ഓൾമോസ്റ്റ് 2000 years ഓൾഡാണ്. എസ്പെഷ്യലി ഈ ടെമ്പിളിൻ്റെ സ്ക്വയർ ബേസസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി സെഡ് ആസ് ഓൾ സീയിങ് ഐസ് ഓഫ് ബുദ്ധ.
ഈ ഒരു ടെമ്പിൾ എന്ന് പറയുന്നത് കുറേ ഇന്ത്യൻ ഫിലിംസിൽ ലൊക്കേഷൻ ആയിട്ടുണ്ട്. നമ്മുടെ മലയാളീസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ യോധ ഫിലിം ഷൂട്ട് ചെയ്തേക്കുന്നത് ഇവിടെയാണ്. ഒരു സ്പെസിഫിക് സീനായിട്ട് പറയുകയാണെങ്കിൽ അശ്വതിയുടെ തലയിൽ നിന്നുള്ളൊരു ഹെയർ ബാൻഡ് സംതിങ് നിലത്ത് വീഴുമ്പോൾ അശോകന് എടുത്തു കൊടുക്കുന്ന ഒരു സീനും അതേപോലെ കുറേ അധികം സീനും ഈ ഒരു ലൊക്കേഷനിലാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. കാഠ്മണ്ഡു എർത്ത്ക്വേക്കിൻ്റെ സമയത്ത് ഈ ടെമ്പിളിൻ്റെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് അത്ര ഡാമേജ്ഡ് ആയിട്ടില്ല എന്നാണ് പറയുന്നത്. ആൻഡ് പ്രൊമൈസസ് ഒക്കെ കംപ്ലീറ്റ്ലി ഡാമേജ്ഡ് ആയിരുന്നു. ആൻഡ് സ്റ്റിൽ ഇത് അണ്ടർ കൺസ്ട്രക്ഷൻ ആണ്. Our last destination at Kathmandu was Patan, also known as Lalitpur. ഈ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി ആർക്കിടെക്ചറൽ സിറ്റി ഓഫ് കാഠ്മണ്ഡു. ഈ ഒരു പ്ലേസ് എന്ന് പറയുന്നതും കുറേ ഇന്ത്യൻ ഫിലിംസിൽ ലൊക്കേഷൻ ആയിട്ടുള്ള പ്ലേസാണ്. സായ് പല്ലവിയുടെ പടി പടി ലേച്ചെ മനസ്സു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തെലുങ്ക് ഫിലിമിൻ്റെ സെക്കൻഡ് ഹാഫ് എല്ലാം ഈ ഒരു ലൊക്കേഷനിലാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. അതേപോലെ നമ്മുടെ യോധയിൽ നെഗറ്റീവ് റോൾസിൻ്റെ താവളമായിട്ട് എടുത്തേക്കുന്നതും ഈ ഒരു ലൊക്കേഷനാണ്. ും കാഠ്മണ്ഡു എർത്ത്ക്വേക്കിൻ്റെ സമയത്ത് കംപ്ലീറ്റ്ലി ഡിസ്ട്രോയിഡ് ആണ്. അതുമാത്രമല്ല ഇപ്പോൾ റിനോവേഷൻ നടക്കുന്നേ ഉള്ളൂ. ഡേ 6 എന്ന് പറയുന്നത് ഇറ്റ് വാസ് മോസ്റ്റ് എക്സൈറ്റിംഗ് ഡേ. 2 കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൗണ്ട് എവറസ്റ്റ് ആൻഡ് ദ റിലേറ്റഡ് മൗണ്ടെയിൻ റേഞ്ചസ് ഒക്കെ നേരിട്ട് കാണാൻ പറ്റുക എന്നുള്ളൊരു ഭാഗ്യം കിട്ടി. അതുമാത്രമല്ല കോക്ക്പിറ്റ്, അതായത് ഫ്ലൈറ്റിൻ്റെ കോക്ക്പിറ്റിൽ കയറാനും ഒരു ചാൻസ് കിട്ടി. ഇറ്റ് വാസ് വെരി മച്ച് ഹാപ്പിയസ്റ്റ് മൊമെൻറ്റ് ആൻഡ് അൺഫോർഗറ്റബിൾ മൊമെൻ്റ് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു മൊമെൻ്റ് ആയിരുന്നു അത്. ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നമുക്കിങ്ങനെ ഇമാജിൻ ചെയ്യാൻ പറ്റാത്തൊരു വ്യൂ ആയിരുന്നു. ലൈക്ക് ഇങ്ങനെ ആയിരിക്കും എന്നൊരു ഐഡിയ പോലും ഉണ്ടായിരുന്നില്ല ഇത് കാണുന്നവരെ. ആൻഡ് അതുമാത്രമല്ല മൗണ്ട് എവറസ്റ്റ് നേരിട്ട് കാണാമെന്ന് പറയുന്നത് ജസ്റ്റ് ലൈക്ക് ഇറ്റ് വാസ് ഇൻ എ ഡ്രീം ഓർ സംതിങ്. പക്ഷെ അത് കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്കിങ്ങനെ കണ്ണെടുക്കാൻ പറ്റാത്തൊരു ബ്യൂട്ടി ആയിരുന്നു ആ ഒരു വ്യൂ എന്ന് പറയുന്നത്. ജസ്റ്റ് ഫാബുലസ്. ഇപ്പോൾ ഓർക്കുമ്പോൾ ഏറ്റവും തമാശയായിട്ടുള്ളൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഫ്ലൈറ്റ് എടുക്കുന്ന സമയത്ത് ഞങ്ങളുടെ കൂടെ കുറേ ചൈനീസ് ട്രാവലേഴ്സ് ഉണ്ടായിരുന്നു. അതേപോലെ കുറേ വേറെ രാജ്യത്തു നിന്നുള്ള ട്രാവലേഴ്സ് ഉണ്ടായിരുന്നു. അവരെല്ലാവരും മാസ്ക് ഒക്കെ വെച്ച് സാനിറ്റൈസറൊക്കെ യൂസ് ചെയ്ത് അവർ ഞങ്ങളെക്കൊണ്ടും സാനിറ്റൈസർ യൂസ് ചെയ്യിപ്പിച്ചിട്ടൊക്കെയാണ് ഉണ്ടായിരുന്നു. ഞങ്ങളപ്പോൾ ആലോചിച്ചു ഇവർക്ക് എന്താ കാണിക്കുന്നത്, ഇവരെന്തിനും എങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ അന്ന് ആലോചിച്ചായിരുന്നു. അതായത് നമ്മുടെ അവിടെ കൊറോണ അത്ര സ്പ്രെഡ് ആയിട്ടില്ലായിരുന്നു ആ സമയത്ത്. ലൈക്ക് ക്ലോസിങ് എന്നുള്ളൊരു ഇതിലേക്ക് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം ആലോചിക്കുമ്പോൾ അത് നമ്മളിങ്ങനെ ആലോചിക്കണം എന്ത് നിസ്സാരമായിട്ടാണ് അന്ന് ഇരുന്നേർന്നത് എന്നുള്ളത്. ഫ്ലൈറ്റിന് ശേഷം ഞങ്ങൾ ബൈ റോഡ് ചിത്വാങ്ങിലേക്ക് പുറപ്പെട്ടു. ചിത്വാങ് എന്ന് പറയുന്നത് നേപ്പാളിൻ്റെ ഫോറസ്റ്റ് ഏരിയയാണ് ചിത്വാങ്. അവിടെ ഒരു റിസോർട്ടിലായിരുന്നു ഞങ്ങൾക്ക് സ്റ്റേ അറേഞ്ച് ചെയ്തിരുന്നത്. അന്ന് നൈറ്റ് ചിത്വാങ് ട്രൈബൽസിൻ്റെ ഒരു കൾച്ചറൽ പ്രോഗ്രാം അറേഞ്ച് ചെയ്തായിരുന്നു. ഥാരു കൾച്ചറൽ ഫെസ്റ്റ് അങ്ങനെയാണ് അവർ പറയുക. ഥാരു ഡാൻസ് എന്നാണ് പറയുക. അത് അവരുടെ ട്രഡീഷണൽ ആർട്ട് ഫോമാണ്. അതായിരുന്നു നമുക്ക് അന്ന് നൈറ്റ് ഉണ്ടായിരുന്ന പ്രോഗ്രാം എന്ന് പറയുന്നത്. ലാസ്റ്റ് ഡേ അറ്റ് നേപ്പാൾ എന്ന് പറയുന്നത് ഒരു ജംഗിൾ സഫാരിയും പിന്നെ ഒരു എലിഫൻറ്റ് കെയർ സെൻറ്റർ വിസിറ്റും ആയിരുന്നു.
ജംഗിൾ സഫാരി കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഔട്ടർ കോർ ഓഫ് ജംഗിളാണ് വിസിറ്റ് ചെയ്തത്. കുറച്ച് ക്രൊക്കോഡൈൽസ് ആൻഡ് ഡിയേഴ്സ് അങ്ങനെ കുറച്ച് സാധനങ്ങൾ മാത്രം കണ്ടു. ബട്ട് എലിഫൻറ്റ് കെയർ സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞി അടിപൊളിയായിരുന്നു. അതായത് കുഞ്ഞി ആനക്കുട്ടികളൊക്കെ നമ്മുടെ അടുത്ത് വരും, നമ്മുടെ കൂടെ കളിക്കും, നമുക്ക് വേണ്ടി പോസ് ചെയ്യും. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത് എന്ന് പറയുന്നത്. അതിനുശേഷം ഞങ്ങൾ ഗോരഖ്പൂരിലേക്കുള്ള റിട്ടേൺ ജേണി ആയിരുന്നു. അറൗണ്ട് 210 കിലോമീറ്റേഴ്സ് ആയിരുന്നു. ചിറ്റ്വാങ് ടു ഗോരഖ്പൂർ ബൈ റോഡ് തന്നെയായിരുന്നു. ആൻഡ് ദെൻ നൈറ്റ് ഒരു 8-9 ആയപ്പോൾ ഞങ്ങൾ ഗോരഖ്പൂരിലെത്തി. അവിടുന്ന് നെക്സ്റ്റ് ഡേ ആണ് ഞങ്ങൾക്ക് റിട്ടേൺ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. ഏറ്റവും ബുദ്ധിമുട്ടുള്ള പാർട്ട് എന്ന് പറയുന്നത് ഈ ട്രിപ്പിലെ തിരിച്ചു വരവായിരുന്നു. ലൈക്ക് നമ്മൾ ഇത്രയും ദിവസം വേറൊരു പ്ലേസിൽ, പുതിയ പ്ലേസിൽ പോയി പുതിയ കാര്യങ്ങളായി എന്നും രാവിലെ ഇരിക്കുക, പുതിയ പ്ലേസസ് എക്സ്പ്ലോർ ചെയ്യുക, പുതിയ പീപ്പിൾസിനെ മീറ്റ് ചെയ്യുക, അങ്ങനെ എല്ലാം ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു 8 ദിവസം എന്ന് പറയുന്നത്. പക്ഷെ അതൊക്കെ കഴിഞ്ഞ് അതിൽ നിന്ന് പഴയ ലൈഫിലേക്ക് വരിക, യൂണിവേഴ്സിറ്റി പോവുക, എക്സാം എഴുതുക, അതിലൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ എനിക്കിങ്ങനെ ഒരുമാതിരി അയ്യോ എന്നുള്ളൊരവസ്ഥയായിരുന്നു. പക്ഷെ തിരിച്ചു വന്നു. 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ലോക്ക്ഡൗൺ ആയി. പിന്നെ എവിടെയും പോകാൻ പറ്റാണ്ടായി. ആകെ മൊത്തം പെട്ട അവസ്ഥയായി. പക്ഷെ ലോക്ക്ഡൗൺ ആയപ്പോൾ വിചാരിച്ചു, ഈശ്വര ഇതെങ്ങാനും പോയില്ലായിരുന്നെങ്കിൽ മിസ്സായേനെ. ഇത്രയും നാൾ വീട്ടിലിരിക്കുക എന്ന് പറയുമ്പോൾ അതൊന്നും ആലോചിക്കാൻ പറ്റില്ല. സോ ഇപ്പോൾ ഇതാണൊരു ആകെയുള്ള ഓർമ്മ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് അവർ നേപ്പാൾ ട്രിപ്പ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.